നമസ്കാരം. മനോധൈര്യം കൊണ്ട് മരണത്തെ വൈകിപ്പിച്ച പോപ്പ് ഫ്രാൻസിസ് തന്നെയല്ലേ യഥാർത്ഥ വിശുദ്ധൻ? അവസാനമായി ഒരു ഈസ്റ്റർ കൂടി കാണാൻ കാത്തിരുന്ന മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ ഒരു ചോദ്യം വിശ്വാസികളുടെ മനസ്സിൽ അവശേഷിപ്പിച്ചാണ്. ഒരു വ്യക്തിയുടെ മനോധൈര്യത്തിന് അയാളുടെ മരണത്തെ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? മനുഷ്യർക്ക് അവർ മരിക്കുന്ന സമയം സ്വയം നിശ്ചയിക്കാനാകുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. അത് സാധ്യമാണെന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഗുരുതര രോഗവുമായി മരണം കാത്തുകിടന്ന മുത്തശ്ശി തൻ്റെ ആദ്യ പേരക്കിടാവിനെ കണ്ടതിൻ്റെ പിറ്റേന്ന് മാത്രം മരിച്ച സംഭവവും, മകളെ കാണും വരെ മരണം തടഞ്ഞു നിർത്തിയ പിതാവിൻ്റെ ജീവിതമൊക്കെ ഉദാഹരണങ്ങളിൽ പെടുന്നു. ഇത് സംഭവ്യമാണെന്നും ചില വൈദ്യശാസ്ത്രജ്ഞരും പറയുന്നു. പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സത്യം. ഇരട്ട ന്യൂമോണിയായി വികസിച്ച ഒരു അണുബാധയെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. അവിടെ നിന്നും അദ്ദേഹത്തെ കടുത്ത നിബന്ധനകളോടെയായിരുന്നു ഡിസ്ചാർജ് ചെയ്തത്. തൻ്റെ അനാരോഗ്യവും പരിമിതമായ ചലനശേഷിയും കണക്കാക്കാതെ 96-ാം വയസ്സിൽ മരിച്ച എലിസബത്ത് രാജ്ഞിയെ ഓർമ്മിപ്പിക്കും വിധം അവസാന നാളുകളിലും തിരക്കിട്ട ജീവിതമായിരുന്നു മാർപ്പാപ്പയുടേത്. ഈസ്റ്റർ കുർബാനയ്ക്ക് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ തടിച്ചുകൂടി ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അനുഗ്രഹമേകിക്കൊണ്ട് അദ്ദേഹം മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതിനു മുൻപ് പെസഹ വ്യാഴാഴ്ച നാൾ അദ്ദേഹം റോമിലെ റെജിന സെൽ ജയിലിലെത്തി തടവുള്ളികളെ കാണുകയും ചെയ്തിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ കാല് കഴുകാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അവരുമായി കൂടുതൽ അടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് മാർപ്പാപ്പ തടവുള്ളികളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ മാർപ്പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം ആയിരങ്ങളാണ് മാർപ്പാപ്പ തൻ്റെ മരണത്തിനായി തിരഞ്ഞെടുത്ത പുണ്യസമയത്തെക്കുറിച്ച് എക്സിൽ കുറിച്ചിരിക്കുന്നത്. എത്ര ഗുരുതര രോഗമാണെങ്കിലും ചില അർത്ഥവത്തായ നിമിഷങ്ങൾക്കായി കാക്കും മരണം വരിക്കാൻ എന്ന് മറ്റു ചിലർ എഴുതുന്നു. ചില ആഗ്രഹങ്ങൾ സാധിക്കുന്നതുവരെ മരണം സംഭവിക്കില്ലെന്നും പോപ്പിൻ്റെ ആഗ്രഹം 2025 ഈസ്റ്റർ ആയിരുന്നുവെന്നും ചിലർ എഴുതുന്നു. അതേസമയം മാർപ്പാപ്പയുടെ മരണത്തിന് കാരണമായത് പക്ഷാഘാതവും ഹൃദയസ്തംഭനവുമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വത്തിക്കാൻ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷാഘാതത്തെ തുടർന്ന് കോമയിലായ പാപ്പയ്ക്ക് പിന്നീട് ഹൃദയസ്തംഭനമുണ്ടായി. വത്തിക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് ഡയറക്ടർ പ്രൊഫസർ ആൻഡ്രിയ അർക്കഞ്ചിലെയാണ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെന്നും വത്തിക്കാൻ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. യൗവനപ്രായത്തിൽ ശ്വാസകോശത്തെ ബാധിച്ച അണുബാധ പോപ്പ് ഫ്രാൻസിസിന്റെ ജീവിതത്തിലുടനീളം വല്ലാതെ വലച്ചിരുന്നു. കഴിഞ്ഞ 68 കൊല്ലം ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചത് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം ഇല്ലാതെയായിരുന്നു. 1987 21-ാം വയസ്സിൽ ബാധിച്ച ശ്വാസകോശ അണുബാധ അദ്ദേഹത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ ഡോക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു. സ്വദേശമായ അർജന്റീനയിലായിരുന്നു 21-ാം വയസ്സിലെ ആ ശസ്ത്രക്രിയ. ബെർഗോളിയോ ആ വെല്ലുവിളി അതിജീവിച്ചു. ആരോഗ്യം വീണ്ടെടുത്ത് ദൈവ വഴിയിൽ കാലങ്ങളോളം സഞ്ചരിച്ചു. ആഗോള സഭയുടെ പരമാധ്യക്ഷ പദവിയിലും എത്തി. പക്ഷേ പ്രായം കൂടി വന്നപ്പോൾ ഫ്രാൻസിസ് പാപ്പയെ പഴയ ശ്വാസകോശ പ്രശ്നങ്ങൾ വീണ്ടും അലട്ടുകയായിരുന്നു. അണുബാധകൾ പലപ്പോഴും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. സാന്താമാർത്തയിലെ വസതിയിലായിരുന്നു 88-കാരനായ പോപ്പിൻ്റെ അന്ത്യം. ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ മാർപ്പാപ്പ എത്തിയിരുന്നു. അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന അവസാനത്തെ ചടങ്ങായി ഇത് മാറുകയും ചെയ്തു. ആൾക്കൂട്ടത്തിനിടയിലൂടെ വീൽ ചെയറിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ആശുപത്രി വിട്ട ശേഷം ധരിച്ചിരുന്ന ശ്വസന സഹായി ഉണ്ടായിരുന്നില്ല. ഏകദേശം 50 മിനിറ്റോളം അദ്ദേഹം വിശ്വാസികൾക്കിടയിൽ ചെലവഴിച്ചു. നേരത്തെ വത്തിക്കാന്റെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ട മാർപ്പാപ്പ സഹോദരന്മാരെ ഹാപ്പി ഈസ്റ്റർ എന്നും ആശംസിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സഹായി ഈസ്റ്റർ സന്ദേശം വായിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പോപ്പിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെയും പുതുചരിത്രം തന്നെയാണ് എഴുതി ചേർക്കുന്നത്. തൻ്റെ അവസാന നാളുകളിൽ പോപ്പ് തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. 21 പുതിയ കർദിനാൾമാരെ നിർദ്ദേശിക്കുകയും അവർക്ക് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിനുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാനൊരു പുതിയ ആചാരം ആരംഭിക്കും എന്നാണ് തൻ്റെ ശവസംസ്കാരം ലളിതമാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്.